ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് സമർപ്പിക്കുന്ന തെരളിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കണേ. തെരളി ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകിയതാണ്. അരിപ്പൊടി ഏകദേശം 2 കപ്പ് ഉണ്ടാവും. അരി ഇത്തിരി തെരതെരപ്പായിട്ട് പൊടിച്ചതാണ്, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശർക്കര, ശർക്കര ചീകിയെടുത്തു. അരിപ്പൊടിയുടെ അത്ര തന്നെ ശർക്കരയുണ്ട്, 2 കപ്പ്. ഒരു നാളികേരം ചെരുകിയത് 3 കപ്പുണ്ട്. 5 ഏലയ്ക്ക തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി നല്ലോണം കുഴച്ച് യോജിപ്പിക്കണം. വെള്ളം ചേർക്കാണ്ട് വേണം യോജിപ്പിക്കാൻ. ഇപ്പൊ ഇങ്ങനെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടി യോജിപ്പിക്കാം. ഇപ്പൊ പാകത്തിന് കുഴഞ്ഞു. ഇങ്ങനെ ഉരുട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു പച്ചയിറക്കിലി എടുത്തിട്ട് ഇതിൽ കോർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. ഇറക്കിലിയുടെ അറ്റത്ത് ഒരു കെട്ടിടാം. ഒന്ന് പിരിച്ചെടുത്താൽ ചെറിയ കെട്ടാവും. ഇലയ്ക്ക് വലിപ്പമുള്ളതുകൊണ്ട് ഇത്രയ്ക്ക് മാവെടുക്കാം. ഇത്തിരി നീളത്തിൽ റോളാക്കിയിട്ട് ഇലയുടെ തുമ്പിൽ വെച്ച് മടക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം മടക്കാൻ. അടുത്ത അപ്പവും കൂടി വെച്ചിട്ട് കെട്ടുള്ള ഭാഗത്തിന്റെ മറ്റേ അറ്റത്ത് കോർത്തെടുക്കാം. ഈ അറ്റം ഒന്ന് കത്തി വെച്ച് ഷാർപ്പാക്കണം. ഇങ്ങനെ എല്ലാ തെരളിയപ്പവും കോർത്ത് വെക്കാം. ഇത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇല കൂട്ടി കുമ്പിളാക്കിയിട്ട് ഉള്ളിൽ മാവ് നിറച്ച് മടക്കി ഈർക്കിലി കുത്തി ഉറപ്പിച്ച് വെക്കാം. അപ്പൊ ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. തെരളിയപ്പം വെച്ചിട്ട് ഇടയിലുള്ള സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ തെരളിയപ്പം കൂടി വെക്കാം. ഇനി 10-15 മിനിറ്റ് ആവിയിൽ വേവിക്കണം. 15 മിനിറ്റ് കൊണ്ട് നല്ലോണം വെന്ത് വരും. ഇപ്പൊ എല്ലാം നല്ലോണം ആവി കയറി വെന്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് എടുക്കാം. വഴനയിലയുടെ ഫ്ലേവർ അപ്പത്തിലേക്ക് വരും. നല്ല സ്വാദുമാണ്. ദേവിക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന വിഭവമാണ്.